മിസ്രിലെ രാജൻ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലേ. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ലൊരു പാർപ്പിടം. ഇവർക്ക് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഭക്ഷണം കിട്ടുമായിരിക്കും, പക്ഷെ നല്ല പാർപ്പിടവും ഇല്ല, നല്ല വസ്ത്രങ്ങളും ഇല്ല. ആകെ ഉള്ളത് 2 ഡ്രസ്സ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ എപ്പോഴും പേടിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. ഇതൊക്കെ ആരോട് പോയി പറയാനാ? ആരുണ്ട് ഞങ്ങൾക്ക്? ആര് ചെയ്തു തരാനുണ്ട് എന്ന വിഷമമായിരുന്നു കേട്ടോ അവർക്കുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയോ? സമയം. അതാരോരും ഇല്ലാത്തവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്നറിയോ? ഒരു പുതുജീവൻ. ഒരു ദിവസമെങ്കിലും നമ്മുടെ ആച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ആച്ചമ്മ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ജീവിപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, ഒരു മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. തല പോലും ജീവി കൊടുക്കാൻ ഒരു മനുഷ്യനില്ലായിരുന്നു, നല്ലൊരു ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളിപ്പം അച്ഛമ്മനെ ആരാക്കി മാറ്റിയിട്ടുണ്ട്? ഒരു കോലത്തെ തമ്പ്രാട്ടിയുടെ ലുക്ക് വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അച്ചമ്മയുടെ വീട് ഓപ്പണിങ്. അച്ചമ്മയ്ക്ക് എത്ര വയസ്സാണെന്നറിയോ? 80 വയസ്സ്. അച്ചമ്മയുടെ സഹോദരന് 85 വയസ്സും. ആ വയസ്സായ മനുഷ്യനെ ഇപ്പോഴും ഭക്ഷണവും എല്ലാം കൊടുത്ത് നോക്കുന്നത് അച്ചമ്മയാണ്. അച്ചമ്മയ്ക്ക് അന്നത്തെ ദിവസം ഒരു മകളും കൂടി ജനിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. മക്കളില്ല എന്നുള്ള വിഷമം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മോളുണ്ട്, പാലക്കാടാണ് താമസം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം അവരുടെ സന്തോഷത്തിന് നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. നിങ്ങളുടെ വീടുകളുടെ അടുത്തും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും അവരുടെ കൂടെ പോയിരുന്ന് അവരുടെ കൂടെ ഒന്ന് സംസാരിച്ച് നോക്കൂ. അന്നത്തെ സ്വർഗ്ഗമായിരിക്കും അവർക്ക്. വിളങ്ങും രാജാത്തി മിന്നിത്തിളങ്ങി വിളങ്ങും രാജാത്തി േശിപ്പിടിച്ചു സുലേഖ മോഹിച്ച പൂമാനേ, ഏളിൽ കൈത്താട്ടി നബിയും മോടി മറിന്താ